കശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സൈനികനാണ് വീരമൃത്യു വരിച്ചത്. 2 ഭീകരരെ രാവിലെ ആരംഭിച്ച ഓപ്പറേഷൻ ത്രാഷിയിൽ വധിച്ചിരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഏറ്റുമുട്ടൽ കശ്മീരിലെ പലയിടങ്ങളിലുമായി തുടരുകയാണ്. ഇതെപ്പോഴാണ് ജവാന് പരിക്കേറ്റത്? അദ്ദേഹത്തിന്റെ വിവരങ്ങൾ, ഇപ്പോഴും ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടോ? കൂടുതൽ ഭീകരവാദികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ദിവിഷ്, ഹിമ, ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. അതിന് ഓപ്പറേഷൻ ത്രാഷി എന്നുള്ളൊരു പേരും ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ രാവിലെ പരിക്കേറ്റ അദ്ദേഹം ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഈ സൈനികന് പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരും മറ്റു വിവരങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഈ പ്രദേശത്ത് കിഷ്ത്വാർ എന്ന് പറയുന്ന മേഖലയിലെ സിംഗ്പോര ചാത്രു എന്ന് പറയുന്നൊരു വനമേഖലയാണ്. അവിടെ ഇപ്പോഴും ഈ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഭീകരരെ കൂടി വധിക്കാനുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ സൈനികർ അറിയിക്കുന്നത്. 2 ഭീകരരെ ഇതിനോടകം തന്നെ വധിച്ചിട്ടുണ്ട്. അവരുടെ മൃതശരീരങ്ങളടക്കം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് സൈന്യം കടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതിന് തടസ്സമായി നിൽക്കുന്നത് മറ്റ് ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞുകൊണ്ട് വെടിയുതിർക്കുന്ന 2 ഭീകരരാണ്. അവരെ കൂടി കണ്ടെത്തി അവരെയും വധിക്കണം എന്നുള്ളൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ സൈന്യം നീങ്ങിയിരിക്കുന്നത്. കൂടുതൽ സുരക്ഷാ വിന്യാസം ഈ മേഖലയിലുണ്ട്. അതായത് പ്രധാനമായിട്ടും ജമ്മു കാശ്മീർ പോലീസിന് പുറമെ അർദ്ധ സൈനിക വിഭാഗവും അസം റൈഫിൾസും അതുപോലെ 11 രാഷ്ട്രീയ റൈഫിൾസും ഈ പ്രദേശത്ത് ഈ വനമേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവർ ഇപ്പോഴും പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6:50 കൂടിയായിരുന്നു ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇത്തരത്തിൽ 3-4 ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു രഹസ്യവിവരം ലഭിക്കുന്നു. പിന്നാലെ ഈ പ്രദേശത്തേക്ക് ഈ ചാത്രു എന്ന് പറയുന്ന വനമേഖലയിലേക്ക് എത്തുന്നു. എത്തിയ സംഘത്തിന് നേരെ, തിരച്ചിൽ സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയതും. പിന്നെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു. കൂടുതൽ സുരക്ഷാ സേനാ അംഗങ്ങളെല്ലാം തന്നെ എത്തേണ്ടി വന്നു. അതിലൊരു സൈനികന് പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ മാറ്റിയെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയാണ്. പക്ഷേ 2 ഭീകരരെ നമ്മൾ വധിച്ചിട്ടുണ്ട്. ഇനി 2 പേരെ കൂടി കണ്ടെത്തി അവരെയും വധിക്കാനാണ് നിലവിൽ സൈന്യം അവിടെ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.